ആഴ്ചയിലെ രണ്ടാം ചലഞ്ചും അവസാനിച്ചിരിക്കുകയാണ്. രണ്ടാം ചലഞ്ച് അവസാനിച്ചപ്പോൾ വിജയിച്ചിരിക്കുന്നത് ഡെൻ ടീമാണ്. ഫസ്റ്റത്തെ ചലഞ്ചിൽ വിജയിച്ചത് ഡെൻ ടീം തന്നെയായിരുന്നു. ഇന്നത്തെ രണ്ടാം ചലഞ്ചിലും വിജയിച്ചത് ഡെൻ ടീം, ജിൻഡോയുടെ ടീമായ ഡെൻ ടീം തന്നെയായിരുന്നു. ജിൻഡോയുടെ ടീം തന്നെ വിജയിക്കണമെന്ന് അവിടെ എന്തായാലും അവർ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് കാര്യം. പ്രത്യേകിച്ച് അവിടെ വന്ന ഗസ്റ്റുകൾ സാബുവിനും ശ്വേതയ്ക്കും അവിടെ ജിൻഡോയുടെ ടീം തന്നെ പവർ റൂമുമായിട്ട് മത്സരിക്കണം എന്നുള്ളതായിരുന്നു നിർബന്ധം. അതിന് വേണ്ടിയിട്ട് ജിൻഡോയുടെ ടീമിനെ അത്രയും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. വെറുതെ കൊടുത്ത കോയിൻസ് ആയിരുന്നില്ല അവർക്ക്, അതുപോലെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. തലേ ദിവസം കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നെങ്കിൽ മറ്റ് 2 ദിവസങ്ങൾ അവരെ കൊണ്ട് ആ വീട് മുഴുവൻ ക്ലീൻ ചെയ്യിപ്പിക്കുകയും അതുപോലെ ബാത്റൂം ക്ലീൻ ചെയ്യിപ്പിക്കുകയും ഡ്രസ്സ് കഴിയിക്കുകയും അങ്ങനെ അതുപോലെ പണിയെടുപ്പിച്ചിട്ടാണ് അവർക്ക് 480 സംതിങ് കോയിൻ അവർക്ക് കിട്ടിയത്, പോയിന്റ്സ് കിട്ടിയത്. അത്രയും പണിയെടുപ്പിച്ചിട്ടാണ് അവർക്കത് കൊടുത്തത്. വെറുതെ കൊടുത്തു എന്ന് ആരും വിചാരിക്കേണ്ട എന്നുള്ളതാണ്. അവർ അതിന് വേണ്ടിയിട്ട് അതുപോലെ പണിയെടുപ്പിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും ടാസ്ക് ഒക്കെ നന്നായി ചെയ്തു എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെ ഡെൻ ടീം പണിയെടുത്ത പോലെ മറ്റൊരു ടീമും പണിയെടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഷുവറാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അത്രയും പോയിന്റ്സ് അവർക്ക് കൊടുത്തതും. ഡെൻ ടീമിനെ വിജയിപ്പിക്കണം, പവർ ടീമിന് വേണ്ടിയിട്ട്, പവർ റൂമിന് വേണ്ടിയിട്ട്, പവർ ടീമിന്റെ ഒപ്പം ഇവർ തന്നെ മത്സരിക്കണം എന്നുള്ളത് അവിടെ എന്തായാലും നമുക്കും ആഗ്രഹമുണ്ടായിരുന്നു. അവർ അത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു എന്നുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ അവിടെ വന്ന ഗസ്റ്റിനെയും അങ്ങനെ തന്നെയായിരുന്നു ആഗ്രഹം, ജിൻഡോന്റെ ടീം പവർ ടീമിന് വേണ്ടി മത്സരിക്കണം എന്നുള്ളത്.